നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ സ്വന്തം കൂട്ടുകാരനെ നിഷ്കരണം തല്ലിക്കൊന്ന 6 വിദ്യാർത്ഥികളെ പൊതുജനങ്ങളുടെ അഭിപ്രായമോ ആ മരണപ്പെട്ട കുട്ടിയുടെ പാരന്റ്സിന്റെ അഭിപ്രായമോ വികാരങ്ങളോ ഒന്നും മാനിക്കാതെ പരീക്ഷ എഴുതാൻ സമ്മതിച്ചു എന്നത് പോട്ടെ. ഇപ്പൊ ഇതാ ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുകയാണ് അവരുടെ തുടർ പഠനത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന്. അവർക്ക് പഠിച്ച അതേ സ്കൂളിൽ തന്നെ അഡ്മിഷൻ തരപ്പെടുകയും പോലീസ് അകമ്പടിയോടുകൂടി അഡ്മിഷൻ എടുക്കാൻ വരികയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ പാരൻസിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മകൻ നഷ്ടപ്പെട്ടു. ക്രൂരരായിട്ടുള്ള 6 വിദ്യാർത്ഥികള് ഈ പയ്യനെ തല്ലിക്കൊന്ന ശേഷം അവർ വാട്സപ്പ് ചാറ്റ് ചെയ്തത് ആൾക്കൂട്ട കൊലപാതകത്തിന് ശിക്ഷയൊന്നും ലഭിക്കില്ല, നമുക്കൊന്നും സംഭവിക്കില്ല എന്നാണ്. അവര് ചിന്തിച്ച പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ നിയമം പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്നുള്ള നിലയ്ക്ക്, അവർക്കൊരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്കെങ്കിലും 1 വർഷത്തെ ഒരു ബാനെങ്കിലും അവർക്ക് കൊടുക്കാമായിരുന്നു. അതിന് പകരം പോലീസ് അകമ്പടിയോടുകൂടി സർക്കാർ ചെലവില് അവർക്ക് രാജകീയ സൗകര്യങ്ങളോടുകൂടി പഠിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ കുറ്റകൃത്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക? കാരണം അവർക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. സുരക്ഷിതരായി അവർക്ക് തുടർ വിദ്യാഭ്യാസം നടത്താനുള്ള അവസരം ഉണ്ടാവുകയാണ്. ആ പയ്യന്റെ വീട്ടുകാർക്കും ആ പയ്യനും മാത്രമേ നഷ്ടം സംഭവിച്ചിട്ടുള്ളൂ. ഇങ്ങനെ നമ്മുടെ നിയമം തുടർന്നു പോയാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എങ്ങനെ നിയമത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകും? ഒന്ന് ആലോചിച്ച് നോക്കൂ.